Hey guys, welcome to our new vlog. ഒരു വർക്കിംഗ് സെഷനാ. പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നുമില്ല, പക്ഷേ I'll just walk you through and I'll give you some tips about how you can make money. ഫസ്റ്റ് ഓഫ് ഓൾ, നോ ബുൾഷിറ്റ്. നിങ്ങൾ ഈ ഇൻസ്റ്റഗ്രാമിലും പലയിടത്തും ഒക്കെ കാണുമല്ലോ, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ ആ വഴി ഈ വഴി, അത് ചെയ്താൽ ഇത് ചെയ്താൽ, ഡ്രോപ്പ് ഷിപ്പിംഗ്, അത് ഇത് ചപ്പ് ചവറ്. റിയൽ വേ, നിങ്ങളൊന്ന് എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന റിയൽ വേ വിച്ച് മേക്ക് സം സെൻസ്. ഒന്നോ രണ്ടോ എണ്ണമൊക്കെ ഉള്ളൂ ഇവിടെ, ഒരുപാടൊന്നുമില്ല. ഉള്ളതൊക്കെ പറഞ്ഞുതരാം. അതിന്റെ കൂടെ ഹാവ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് പെൻഡിങ് വർക്ക്സ്, അതും കംപ്ലീറ്റ് ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. എൻ്റെ 2 ലാപ്ടോപ്പ്, എൻ്റെ ലൈറ്റ്, ക്യാമറ, ഇത്ര മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇനി നമുക്ക് കുറച്ച് സ്ക്രിപ്റ്റ് എഴുതാനുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വേറൊരാളെ കോൺടാക്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഒരാളും കൂടി നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ അതുവരെ ഞാൻ തന്നെ എല്ലാ സ്ക്രിപ്റ്റും ചെയ്യണം. ബട്ട് ആരൊക്കെ വന്നു കഴിഞ്ഞാലും ഞാൻ തന്നെ ആയിരിക്കും ആ സ്ക്രിപ്റ്റിൻ്റെ ഔട്ട്ലൈൻ മൊത്തം സെറ്റ് ചെയ്യുക. ബാക്കി പരിപാടികൾ മാത്രമായിരിക്കും പുള്ളി ചെയ്യുക. ആസ് എ സൈഡ്, നമ്മുടെ ടീം വലുതായപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കുറച്ച് ഫ്രീ ആവാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആയിരുന്നു. ടൈറ്റ്ലി പാക്ഡ് എന്ന് വെച്ചാൽ എനിക്ക് അനങ്ങാൻ പോലും സമയമില്ലാത്ത രീതിയിൽ പാക്ഡ് ആയിരുന്നു. ബട്ട് റൈറ്റ് നൗ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് ബെറ്റർ. ഇപ്പൊ ഇവിടെ സമയം 12 മണിയായി രാത്രി. ഇത്രയും നേരം കുറെ ഉഴപ്പിയൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ കുറെ കോൾ ഉണ്ടായിരുന്നു, ക്ലയന്റ് കോളുകൾ ഉണ്ടായിരുന്നു. നമുക്ക് UK നിന്ന് നമുക്ക് 2 ക്ലയൻസ് ഉണ്ട്, മാർക്കറ്റിംഗ് ക്ലയൻസാണ്. അപ്പോൾ അവരുടെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാത്രി ഒരു ലണ്ടനിൽ നിന്ന് അവരുടെ രാത്രി ഒരു 11 മണി 12 മണിയായിരുന്നു. അപ്പോൾ ഇവിടെ കാനഡയുടെ 4 മണി 5 മണിയൊക്കെ ആവും. ആ സമയത്തൊക്കെ ഞാൻ കുറച്ച് തിരക്കായിരുന്നു. അല്ല, കാനഡയുടെ 5 മണിയല്ല, 7:30 8 മണിയെന്തോ. നമ്മുടെ വെബ്സൈറ്റ് റീലോഞ്ച് ആവുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ എനിക്ക് ആ ലിങ്ക് നമ്മുടെ ഡെവലപ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ വെബ്സൈറ്റിന്റെ പരിപാടി യെസ്, പുള്ളി കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഈ ഫോട്ടോസൊക്കെ മാറ്റും, നമ്മൾ ഇതെല്ലാം മാറ്റും. കാരണം നമ്മളിപ്പോൾ വെബ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടീം തന്നെയാണ് ഇത് ചെയ്തത്. നമ്മളിപ്പോൾ ചെയ്യുന്ന സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടന്റ് ആൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, യൂട്യൂബ് ഓട്ടോമേഷൻ ആൻഡ് മാനേജ്മെന്റ്, യൂട്യൂബ് ഗ്രോത്ത് പ്ലാൻ, UI/UX ഡിസൈനിങ്, വെബ് ഡെവലപ്മെന്റ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഓപ്പറേഷൻ, പേഴ്സണൽ ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ ബ്രാൻഡിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, വീഡിയോ പ്രൊഡക്ഷൻ ആൻഡ് ആഡ്സ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, സ്ട്രാറ്റജിക് കോണ്ടന്റ് ക്രിയേഷൻ, ഇത്രയും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ബോട്ടൊക്കെ ഈ ഫോട്ടോ മാറ്റിങ് കേട്ടോ. ഇതാണ് നമ്മുടെ ടീം, നമ്മുടെ എഡിറ്റർ. പിന്നെ ഇതിനകത്ത് ഒരാളും കൂടി ആഡ് ചെയ്യാനുണ്ട്, അതുവരെ ആഡ് ചെയ്തിട്ടില്ല. ഹരിത നമ്മുടെ CMO, റിയാസ് ഓപ്പറേഷൻ മാനേജർ, ആൽജോ നമ്മുടെ ഡെവലപ്പർ. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ എന്തൊക്കെ സോഫ്റ്റ്വെയർസും എന്തൊക്കെ സബ്സ്ക്രിപ്ഷൻസ് എടുത്തിട്ടും എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേപ്പറിൽ എഴുതിയാലേ പറ്റുള്ളൂ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി ഞാൻ ഭയങ്കര ഓൾഡ് സ്കൂൾ ആയിരിക്കും. സ്ക്രിപ്റ്റ് പിന്നെ NT വ്ലോഗ്സിൻ്റെ ഇപ്പോൾ വേണ്ട, വയസ്സിൻ്റെ സ്ക്രിപ്റ്റായി. പ്രവീൺ, അതുപോലെ തന്നെ പ്രണവ്, സ്വാതി, ട്രാക്ക് ടൈം. ഇത്രയും നമുക്ക് സെറ്റപ്പ് ചെയ്യാനുണ്ട്. എത്ര ടാസ്കാ? 1 2 3 4 5 ടാസ്ക്. ഇറ്റ് വിൽ ടേക്ക് അറൌണ്ട് 3 to 4 hours. We will be like working for 3 to 4 hours straight. Okay, just do it. ഗൈസ്, ഒരു സ്ക്രിപ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആക്കി. അതായത് ജോജി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആളുടെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കി. എനിക്ക് പറ്റില്ല, ഇവിടെ 1 മണിയായി, എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കിടന്നിട്ട് നാളെ രാവിലെ നേരത്തെ എണീറ്റതിന് ശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിത് എണീറ്റിട്ടുണ്ട്. ഇനി ബാലൻസ് ഇന്നലെ നമ്മൾ ഏത് വർക്കിലാണോ തീർത്ത് വെച്ചത് ആ വർക്ക് നമുക്കിപ്പോൾ ചെയ്യണം. ഐ മേഡ് സം കോഫി അഗെയിൻ. റെഡ് ബുള്ള് നിങ്ങൾ എന്നെ കൊണ്ട് നിർത്തിയതിനു ശേഷം ഐ സ്റ്റാർട്ടഡ് ഡ്രിങ്കിങ് വേ ടു മച്ച് കോഫി. ബിക്കോസ് എന്റെ ബോഡിയിൽ ഇത്രയും കഫീൻ കണ്ടന്റ് ഉണ്ടായിരുന്നതല്ലേ, അതിൽ നിന്ന് ഞാൻ പിന്നീട് കഫീൻ കണ്ടന്റ് കുറച്ച് താഴോട്ട് പോയ സമയത്ത് ഇറ്റ് വാസ് റിയലി ഹാർഡ് ഫോർ മീ. ബിക്കോസ് കോഫി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ കോഫി ഉണ്ടെങ്കിൽ എനിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നൊരു ഫീൽ ഉണ്ട്. ആൻഡ് യുനോ, ഞാൻ കുറച്ച് നാൾ മുന്നേ വരെ എൻ്റെ ഡയറ്റ് ഞാൻ കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന, പക്ഷേ പിന്നീട് ഒരു പോയിന്റ് വെച്ചിട്ട് ഞാൻ ഡയറ്റ് വീണ്ടും മെസ്സപ്പ് ആയി. ദ എമൗണ്ട് ഓഫ് വയറ് ഐ ഗെയിൻഡ് ആഫ്റ്റർ സ്റ്റോപ്പിംഗ് ജിം ഫോർ 3 to 4 days, ബ്രോ, പറയാതിരിക്കാൻ വയ്യ. അതിനും അപ്പുറം മേളിലേക്ക് പോയി. സോ ഐ നീഡ് ടു വർക്ക് ഔട്ട്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഈ ബിസിനസ്സും എല്ലാം കൂടി കൊണ്ടുപോകണം. ഐ വോക്ക് യു ത്രൂ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ്. ഇപ്പൊ രാത്രി അല്ലല്ലോ, അപ്പോൾ ഈ റൂമിന്റെ അകത്ത് കയറി അടഞ്ഞിരിക്കണ്ട. ലാപ്ടോപ്പും കൊണ്ട് മേ ബി ഒരു കോഫി ഷോപ്പിലേക്ക് പോവാം. സെക്കൻഡ്, ജസ്റ്റ് നമുക്ക് ഈ കോഫി കുടിക്കാനായിട്ടും നിങ്ങളുടെ അടുത്ത് കുറച്ച് സംസാരിക്കാൻ ജസ്റ്റ് പുറത്തേക്ക് പോയിട്ട് വരാം. ഐ തിങ്ക് നമുക്ക് അങ്ങനെ ഒന്ന് പുറത്ത് പോയിട്ട് വരാം.
സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോസ്, ഈ ഡെയിലി ലൈഫ് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഓരോ ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ബ്രോയുടെ വ്ളോഗ് കണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നുണ്ട്, എനിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാൻ നന്നായിട്ട് പ്രൊഡക്റ്റീവ് ആവുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ടു ബി ഓണസ്റ്റ്, ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഓരോ ദിവസവും എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ട്രാക്ഷൻ, ഇറ്റ്സ് എ വാർ അഗെയിൻസ്റ്റ് ഡിസ്ട്രാക്ഷൻസ്. കാരണം ഇന്നലെയോ മെനിഞ്ഞാന്നെന്തോ ഞാനൊരു കാര്യം ഫിഗർ ഔട്ട് ചെയ്തതാണ്. നമ്മുടെ കയ്യിലുള്ള ഈ ഫോൺ ഉണ്ടല്ലോ, എൻ്റെ ഫോണിൻ്റെ അകത്ത് എൻ്റെ ക്ലയൻസിന്റെ ഇൻസ്റ്റഗ്രാം ഉണ്ട്, എൻ്റെ ഇൻസ്റ്റഗ്രാം തന്നെ 3-4 ഉണ്ട്, എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം ഉണ്ട്. ഈ ഇൻസ്റ്റഗ്രാമിന്റെ എല്ലാം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അങ്ങ് സ്ക്രോൾ ചെയ്യുക. അതായത് എനിക്ക് വർക്ക് അർജന്റ് ആയിട്ട് കയറേണ്ട ഒരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിന്റെ ലിങ്ക് വരികയും ചെയ്തു. ആ ലിങ്ക് വന്നു എന്ന് കണ്ടിട്ടും ഒരു ടെൻഷനും ഇല്ലാതെ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് സ്ക്രോൾ ചെയ്യാൻ ഒന്നും കിട്ടിയില്ല. ഞാൻ ഒരു അക്കൗണ്ടിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് തീർന്നപ്പോൾ വേറൊരു അക്കൗണ്ട് സ്വിച്ച് ചെയ്ത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ദ എമൗണ്ട് ഓഫ് ഡിസ്ട്രാക്ഷൻ വി ആർ ഹാവിംഗ് റൈറ്റ് നൗ ഇൻ അവർ ലൈഫ് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. നമ്മളൊക്കെ എത്രയോ നാൾ മുന്നേ രക്ഷപ്പെടേണ്ടതും എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുണ്ടായിരുന്ന ആളുകളാണ് ഈ നശിച്ച സാധനം കാരണം. അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് ഒരിക്കലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇതാണ് എനിക്ക് അത്രയ്ക്കും അണ്ടർവാല്യൂഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, അത് നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യേണ്ട കാര്യമാണ്. വേറെ ആർക്കും നമ്മളെ നോക്കി ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കുക ഓരോ ആൾക്കാരുടെ സ്റ്റോറി. ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ അവൻ്റെ അമ്മൂമ്മയുടെ ഞാൻ ഭയങ്കര സാഡായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ഓരോ തവണയും ക്യാമറ ഓൺ ആക്കിയിട്ട് ഈ സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ എൻ്റെ മുടി കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരുക. ഒരുത്തം വെട്ടി വെച്ചിരിക്കുന്നതാ എന്തോന്നാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഓരോ ബാർബറിന്റെ മുന്നിൽ കൊണ്ടുപോയി തല കൊടുക്കപ്പം ഇവ ഇന്ന് ശരിയാക്കും, ഇവ ഇന്ന് അടിപൊളിയാക്കും എന്നുള്ള എക്സ്പെക്ടേഷനാണ്. എന്നിട്ട് ഇത് വളർന്നു വരത്തുമില്ല. എൻ്റെ മുടിയാണെങ്കിൽ വളർന്നു വരുന്നേ ഇല്ല. സത്യം പറഞ്ഞ ദ എമൗണ്ട് ഓഫ് വർക്ക് ഐ ഹാവ് അത്രയ്ക്കും മാത്രമുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ടീമിനെ വലുതാക്കിയല്ലേ ഉള്ളൂ. ഈ ടീമിനെ വലുതാക്കപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കും ഓക്കെ പുതിയൊരു ആളെ ഹയർ ചെയ്തിട്ടുണ്ട്, അപ്പൊ എന്താ എന്നാൽ ഫ്രീ ആവുമല്ലോ. പുതിയ ആളെ ഹയർ ചെയ്ത് കഴിഞ്ഞ് ആദ്യത്തെ 2 മാസമാണ് നമ്മൾ ഡബിൾ പണി എടുക്കാൻ പോണേ. അതായത് ഒന്ന് ഈ പുതിയ ആളെ പഠിപ്പിച്ചു കൊടുക്കണം, രണ്ടാമത്തത് നമ്മൾ ആ വർക്ക് അല്ല, ആ വർക്ക് സ്ട്രെസ് ഓൾറെഡി ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പുതിയ ആളെ ഹയർ ചെയ്തത്. അതെല്ലാം മുന്നോട്ട് പോവുകയും വേണം. സോർട്ട് ഓഫ് ടഫ്. ആൻഡ് നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ ഡെവലപ്പർ ഒന്ന് വയ്യാണ്ടായി, കിടപ്പിലായി. അതൊരു ചെറിയൊരു ഇഷ്യൂ ആണ്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഐ എം സോ ഹാപ്പി ദാറ്റ് യു ഗൈസ് ആർ really motivated after watching my videos. I'm really glad. പക്ഷെ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓരോ ആൾക്കാർക്കും മോട്ടിവേഷൻ ഹിറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. എനിക്കൊരു രീതിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കൂല വേറൊരാൾക്ക് ഫീൽ ചെയ്യുക. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും. അത് നമുക്ക് ഒരിക്കലും കംപ്ലൈന്റ് ചെയ്യാനും പറ്റൂല. നിങ്ങളിപ്പം കമന്റ് ചെയ്യുന്നുണ്ടല്ലോ, ഓക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്, എനിക്ക് പ്രൊഡക്റ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള സ്ട്രെസ് എനിക്ക് ഭയങ്കരമായിട്ട് കൂടുക. അതായത് ഓക്കെ അയ്യോ ഈ വീഡിയോയിൽ ഞാൻ ഭയങ്കര ലേസി ആയിട്ട് ഞാൻ ഒന്നും വർക്ക് ഒന്നും തീർക്കുന്നില്ല, ഞാൻ ഭയങ്കര ലേസി ആയിട്ടുള്ള എൻ്റെ ഒരു ഡേ ആണല്ലോ ഞാൻ വ്ളോഗ് ചെയ്യുന്നത്, അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആവൂലേ എന്നൊക്കെ ഭയങ്കര പ്രഷർ വരും. പിന്നീട് ഞാൻ ഇതിനെ പറ്റിയിട്ട് എൻ്റെ ടീമിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അങ്ങനെ പ്രഷർ വരേണ്ട കാര്യമില്ല, നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അത് പറഞ്ഞാൽ മതി എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ടു ഡു കാണിച്ചു തരാം. ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്ന സമയത്തും ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ ടു ഡു എന്ത് മെസ്സപ്പാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് റിയൽ ലൈഫായിട്ട് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യും. ഇതിൻ്റെ അകത്ത് SEO ചെയ്യാന്നുള്ളത്, അതായത് ഓരോ യൂട്യൂബ് വീഡിയോയും SEO ചെയ്യാന്നുള്ളത് ഒരു വലിയ ടാസ്കാണ്. ഇത് കണ്ടോ എന്തുമാത്രം വീഡിയോസാണ് നമുക്ക് SEO ചെയ്യാനായിട്ട് കിടക്കുന്നത്. ഇതെല്ലാം എനിക്ക് ചെയ്തു തീർക്കാനുള്ളതാ. ഇതുവരെ ഞാൻ തുടങ്ങിയിട്ട് പോലുമില്ല. അതായത് 8-ാം തീയതി ഉണ്ട്, 9-ാം തീയതി ഉണ്ട്, 11-ാം തീയതി ഉണ്ട്, 17-ാം തീയതി ഉണ്ട്. ഐ ഡോണ്ട് നോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ലേറ്റ് നൈറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാലും ഞാൻ ഇത് മൊത്തം അങ്ങ് ചെയ്തു തീർക്കുക. ഈ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ഇടയിൽ ഞാൻ വ്ളോഗ് ഒന്നും എടുക്കൂല. കാരണം SEO ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ. അതിനകത്ത് നമ്മുടെ ബ്രെയിൻ 100% ഇതിനകത്ത് ഫോക്കസ്ഡ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇന്നലെ ഞാനൊരു പുതിയൊരു യൂട്യൂബ് മെന്റർഷിപ്പിന് ഒരാളെ ഓൺബോർഡ് ചെയ്തു. ആഷിൽ എന്നും അഭിഷേക് എന്നുമാണ് അവന്റെ പേര്. ടാലന്റഡ് പയ്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി ഒരു ഏജൻസി റൺ ചെയ്യുക. ഷോർട്ട് ഫോം കോണ്ടന്റ് എഡിറ്റിംഗ് ഏജൻസി ആണ്. അവർ ഈ ഇമാൻ ഗാഡ്സിയുടെയും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെയും റെഫറൻസ് എടുത്തിട്ട് അവരിടുന്ന വീഡിയോസ് ഒക്കെ വെച്ച് ഇൻസ്പയർഡ് ആയി അവർ രണ്ടുപേരും കൂടി അവരുടെ മാക്സിമം ട്രൈ ചെയ്യും. അതിൻ്റെ അകത്ത് ഇവർക്കൊരു ഡെഡിക്കേറ്റഡ് എഡിറ്റർ ഉണ്ടെങ്കിലും ഇവര് വേറൊരു രീതിയിൽ ഇതിനകത്ത് അഭിഷേക് എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട്. വി ഹാഡ് എ വെരി ജെനുവിൻ കോൺവെർസേഷൻസ് വിത്ത് ഈച്ച് അതർ. ടാലന്റഡ് പയ്യന്മാര്. അതായത് ഇങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രി വർക്ക് ആവുന്നത് കേട്ടോ. സോ അവര് നമ്മുടെ യൂട്യൂബ് മെന്റർഷിപ്പിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ എത്രയാണോ ചാർജ് ചെയ്യുന്നത്, ഫണ്ണി പാർട്ട്, നമ്മൾ യൂട്യൂബ് മെന്റർഷിപ്പിന്റെ ചാർജ് കേട്ടിട്ട് ആളുകൾ ലോൺ എടുക്കണമെന്നൊക്കെ ചോദിക്കും.
സി നിങ്ങൾക്ക് 3 മാസത്തേക്കുള്ളൊരു വാല്യൂ ആണ് എൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്. 3 മാസത്തേക്ക് നിങ്ങളൊരു ഏജൻസീനെ ഹയർ ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു ഫ്രീലാൻസ് എഡിറ്ററിനെ, നിങ്ങളുടെ തംബ്നെയിൽ ഉണ്ടാക്കാനായിട്ട് നിങ്ങളൊരു ഫ്രീലാൻസ് തംബ്നെയിൽ എഡിറ്ററിനെ, അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബിന്റെ കോണ്ടന്റ് ഐഡിയ കണ്ടുപിടിക്കാനായിട്ട് ഒരു സ്ട്രാറ്റജിസ്റ്റിനെയും വെച്ച് കഴിഞ്ഞാൽ 1 മാസം തന്നെ എൻ്റെ ഫുൾ മെന്റർഷിപ്പിന് ഞാൻ എത്ര ചാർജ് ചെയ്യോ അതിന് ഡബിൾ ആയിട്ട് വരും പെർ മന്ത്. ഇത് 3 മാസത്തേക്കാണ് നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നത്. അത് വിട്ടെ, ഈ 2 പിള്ളേർ നമ്മുടെ യൂട്യൂബ് മെന്റർഷിപ്പിൽ ജോയിൻ ചെയ്തു. അതേപോലെ ഞാൻ എന്ത് ചെയ്തു, അവർക്ക് ഒരു വർക്ക് അങ്ങോട്ട് കൊടുത്തു, എന്റെ തന്നെ ഒരു വർക്ക് അങ്ങോട്ട് കൊടുത്തു. അപ്പോഴാണ് എനിക്കൊരു ചെറിയൊരു ക്യൂരിയോസിറ്റി വന്നത്. ഇങ്ങനെയാണ് ഈ പൈസ ഈ ലോകം മൊത്തം യാത്ര ചെയ്യണേ. അതായത് ഒന്നിൽ നമ്മളൊരു അസറ്റ് കീപ്പ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള പൈസ വേറൊരു സ്ഥലത്തേക്ക് പോകും, റൈറ്റ്? അപ്പോ അവൻ എന്റെ വാല്യൂവിന് വേണ്ടിയിട്ടാണ് എനിക്ക് പൈസ തന്നെ, അവന്റെ വാല്യൂവിന് വേണ്ടിയിട്ട് ഞാൻ പൈസ തിരിച്ചു കൊടുത്തു. മനസ്സിലായോ? ആ സമയത്ത് ഞാൻ കുറച്ച് ഇങ്ങനെ ഹൗ മണി വർക്ക്സ് എന്ന് അറിഞ്ഞാൽ കൊള്ളാലോ, ഇതെങ്ങനെ പൈസ വർക്ക് ആവുന്നത് എന്നുള്ളത് ഇങ്ങനെ അറിയാൻ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു ബുക്ക് കണ്ടുപിടിച്ചു. ജസ്റ്റ് ചുമ്മാ ആമസോണിൽ നിന്ന് $10 എന്തുണ്ട്, $10 ചുമ്മാ ഓർഡർ ചെയ്തു. വരട്ടെ, വായിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ എൻ്റെ ടീമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ ഒരാളെ പോലും പൈസ തരാതെ ഒന്നും പണിയെടുപ്പിക്കൂല. യെസ്, ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ പഴയ ടീമിലുണ്ടായിരുന്നവന്മാരൊക്കെ ചിലപ്പം കമൻറ്റ് ചെയ്യും, ഇടുന്നത്. യെസ്, എനിക്ക് പണ്ട് കുറച്ച് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വന്നപ്പോൾ എൻ്റെ ടീമിന് പൈസ കൊടുക്കാൻ പറ്റാതെ ആയിട്ടുണ്ട്, അതെല്ലാം സെറ്റിൽ ചെയ്തിട്ടുമുണ്ട്. ഐ നോ ദാറ്റ്. പക്ഷേ വിത്ത് ദാറ്റ് ബീൻ സെഡ്, നിങ്ങൾ എൻ്റെ ബ്രാൻഡിൽ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു പ്രോഗ്രഷൻ കൊണ്ടുവരുന്നെങ്കിൽ ആ പ്രോഗ്രഷൻ എനിക്ക് പൈസയായിട്ട് മോണിറ്ററി ബെനിഫിറ്റിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പേ ചെയ്യും. സോ ഇഫ് യു ഗൈസ് വുഡ് ലവ് ടു ജോയിൻ മൈ ടീം, ഓൾവേസ് വെൽക്കം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇന്നലെ ഒരാൾ മെസ്സേജ് ചെയ്തതേ ഉള്ളൂ. മേ ബി ഈ വീഡിയോ ആ പുള്ളിക്കായിരിക്കും ഞാൻ എഡിറ്റ് ചെയ്യാൻ കൊടുക്കുക. ലെറ്റ്സ് സീ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ നന്നായിട്ട് പ്രൊഡക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ 10 ഡിഫറെന്റ് വെബ്സൈറ്റും ആപ്പും ഒന്നും ഉപയോഗിക്കാതെ ഞാൻ 2 എണ്ണം ഉപയോഗിക്കണേ. ഒന്ന് നോഷൻ പണ്ട് മുതലേ, പിന്നെ ഒന്ന് മൈറോ ഒക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവണം. ട്രൈ ദിസ് ഗൈസ്. ഈ സാധനം ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഞാനിപ്പോൾ ഫ്രീ ആയി എടുത്തേക്കണേ, കാരണം അധികം എനിക്ക് യൂസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രീ ആയി എടുത്തേക്കണേ. ബട്ട് നിങ്ങൾക്ക് പ്രീമിയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഒന്നേ പറയാനുള്ളൂ, ഐ എം ഗോയിങ് ടു ഡു ദ SEO. എനിക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് എനിക്കിപ്പം തോന്നുന്നില്ല. ഇതെല്ലാം കൂടി നിരന്ന് കിടക്കുന്നുണ്ട്, എനിക്ക് തല ഇറങ്ങുന്നു. അപ്പം ഞാൻ അത് ചെയ്യാൻ പോവാ. ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടികൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ? ബൈ ദ വേ, ഞാൻ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ബാക്കി പരിപാടികൾ അടുത്ത വ്ളോഗിൽ കാണിക്കാം. എനിക്കെന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. ഈ വ്ളോഗ് ഐ ഡോണ്ട് തിങ്ക് ഈ വ്ളോഗ് നല്ലതാണെന്നുള്ളത്. ഒരുമാതിരി കൂറ വ്ളോഗാണ്.